അപ്പോൾ കബന്ധൻ്റെ കൈകൾ വെട്ടിയത് കബന്ധന് ഇത് ശ്രീരാമനാണെന്നുള്ള ബോധം വന്നത് കബന്ധൻ ദിവ്യമായ ജ്ഞാനം പറഞ്ഞുതരാം എന്ന് പറഞ്ഞ ഭാഗമാണ് നമ്മൾ ശ്രദ്ധിച്ചത്. 72-ാം സർഗം. ഏവ മുക്തൗ തു തൗ വീരൗ കബന്ധേന നരേശ്വരൗ കൃതവന്തൗ ച മഹതിം ചിതാം ഗിരിഗുഹോപമാം. ഇപ്രകാരം പറയപ്പെട്ടവരായ അവർ രണ്ടുപേരും എപ്രകാരം പറയപ്പെട്ട? കബന്ധനാൽ പറയപ്പെട്ടു, നിങ്ങൾ വേഗം ഒരു ചിത ഉണ്ടാക്കൂ, എന്നെ ദഹിപ്പിക്കണം, അങ്ങനെ ദിവ്യദേഹം ഞാൻ പ്രാപിക്കും. അതെ, അങ്ങനെ കബന്ധനാൽ പറയപ്പെട്ട നരേശ്വരവും രണ്ട് രാജകുമാരന്മാരും രാമനും ലക്ഷ്മണനും മഹതീം ചിതാം വലിയ ചിത കൃതബന്ധവും ഒരുക്കി. രണ്ടുപേരും കൂടിയാണ് ഒരുക്കിയത്. വാൽമീകി രാമായണം അനുസരിച്ച് രണ്ടുപേരും കൂടിയാണ്. ലക്ഷ്മണൻ ഒരുക്കിയെന്നാണ് ചിലതിൽ, രാമൻ മേസ്ത്രിയായിട്ട് തോന്നുന്നത് അതല്ല. രണ്ടുപേരും കൂടി ചിത ഒരുക്കി. ഗിരിഗുഹോപമാം വലിയ ഗിരിഗുഹ പോലുള്ള ചിതയെ നിർമ്മിച്ചു. വലിയ പർവ്വത ഗുഹ പോലുള്ള ചിതയെ നിർമ്മിച്ചു. തത് കബന്ധമാരോപ്യ ചിദാം ജ്വലിത ചേതസൗ ബാഹൂ ച സുമഹാബാഹു യോജനായത വിസ്തൃതൗ ലക്ഷ്മണസ്തു മഹോൽകാഭിർ ജ്വലിതാഭിസമന്തതഃ ചിതാമാദീപയാമാസ സാ പ്രജ്വാല സർവതഃ. അനന്തരം ജ്വലിക്കുന്ന തേജസ്സോടുകൂടിയ അവർ രണ്ടുപേരും, ജ്വലിക്കുന്ന തേജസ്സോടുകൂടിയ ആ രണ്ടുപേരും രാമനും ലക്ഷ്മണനും ചിതാം കബന്ധമാരോപ്യ കബന്ധനെ എടുത്ത് ചിതയിൽ വെച്ചു. യോജന നീളമുള്ള രണ്ട് കൈകളെയും എടുത്ത് കൊണ്ടുവന്ന് ചിതയിൽ വെച്ചു. അത് മുറിച്ചിട്ടിരിക്കുകയാണല്ലോ നിലത്ത്. പിന്നെ ഇതിഹാസമായതുകൊണ്ട് അതിശയോക്തിക്കൊന്നും ഒരു കുറവും ഉണ്ടാവില്ല. ഒരു യോജന നീളം എന്നാ പറഞ്ഞ ഒരു കൈക്ക്. മൈലുകൾ നീളാണ് കൈക്ക്. അത് രണ്ടാളും കൂടി എടുത്തുകൊണ്ടുവന്ന് ചിതയിൽ വെച്ചു എന്നാണ് പറയണത്. അത് കഴിഞ്ഞ് ലക്ഷ്മണസ്തു മഹോൽക്കാഭിഹി വലിയ ഉൽക്കകൾ വിറക് കൊള്ളി, വലിയ വിറക് കൊള്ളികളെ കൊണ്ട് ജ്വലിതാഭിഹി കത്തിക്കപ്പെട്ട വിറക് കൊള്ളികളെ കൊണ്ട് ചിതയുടെ എല്ലാ ഭാഗത്തും സമന്തതഃ ചുറ്റുഭാഗവും തീ കൊളുത്തി. ആ അഗ്നി നന്നായി ആളി കത്താൻ തുടങ്ങി. താം പ്രേക്ഷ്യ സർവതോ ദീപ്താം ചിതാം ദൃഢധനുർധരഃ വിസ്മയാന ഇദം വാക്യം രാഘവം ലക്ഷ്മണോ ബ്രവീത്. നല്ലപോലെ ജ്വലിക്കുന്ന ആ ആളി കത്തുന്ന അഗ്നിയിലേക്ക് നോക്കി ദൃഢമായ വില്ലിനെ ധരിക്കുന്നവനായ ലക്ഷ്മണൻ ആശ്ചര്യത്തോടു കൂടി രാമനോട് ഇങ്ങനെ പറഞ്ഞു. എന്താ പറഞ്ഞത്? ദഗ്ധോ ജടായു പൂർവം തു സീതാമന്വേഷതാത്വയാ അയം ദ്വിതീയോ നിർദഗ്ധ തൃതീയം കിം നു വക്ഷ്യസി. രാമ, സീതയെ അന്വേഷിക്കുന്നവനായ നിന്നാൽ ആദ്യം ജടായു കത്തിക്കപ്പെട്ടു. ജടായുവെ ചിതയിൽ വെച്ച് ജ്വലിപ്പിച്ചു. അയം ദ്വിതീയ നിർദഗ്ധ, ഇതാ രണ്ടാമത്തവനും കത്തിക്കപ്പെട്ടു. തൃതീയം കിംനു ഭക്ഷ്യസി, ഇനി മൂന്നാമത്തത് ആരായിരിക്കും? രണ്ടായല്ലോ. അപ്പോ ആദ്യം ജടായു, രണ്ടാമത്തത് കബന്ധൻ, ഇനി മൂന്നാമത്തത് ആരാവും? എന്താവും?
മഹാഭ്രശിഖരപ്രഖ്യം കബന്ധമനലോ മഹാൻ അന്തരീക്ഷം മഹോൽക്കാഭി ആവൃണോ സഹസ്രശഃ. മഹാഭ്രശിഖരപ്രഖ്യം കബന്ധം. മഹാഭ്രം, വലിയ അഭ്രം. അഭ്രം മേഘം, മേഘമണ്ഡലം. അപ്പോൾ വലിയ മേഘമണ്ഡലം പോലെ ഉള്ള ശരീരത്തോടുകൂടിയ കബന്ധനെ, കബന്ധൻ്റെ ശരീരത്തെ ഉപമിച്ചതാണ്. വലിയ മേഘമണ്ഡലം പോലെ, അത്രയും വലുതാണ്. അങ്ങനെയുള്ള കബന്ധനെ ഗ്രസിച്ച് അന്തരീക്ഷത്തെ മുഴുവൻ അഗ്നി വ്യാപിച്ചു. അന്തരീക്ഷത്തിൽ മുഴുവൻ അഗ്നി ഉയർന്നു ജ്വലിച്ചു. തച്ഛരീരം കബന്ധസ്യ ഘൃതപിണ്ഡോപമം മഹത് മേധസാ പച്യമാനസ്യ മന്ദം ദഹതി പാവകഃ. കബന്ധൻ്റെ ആ ശരീരം മേധസ് കൊഴുപ്പ് പുറത്തേക്ക് വന്നിട്ട് കത്തുന്നതായ ഘൃതപിണ്ഡോപമം, നെയ്യിൻ്റെ കട്ടി പോലുള്ള ശരീരം പതുക്കെ പതുക്കെ അഗ്നി ഭക്ഷിക്കാൻ തുടങ്ങി. കണ്ടില്ലേ ശവശരീരം കത്തുന്ന കണ്ടില്ലേ? അപ്പോഴേത് മനസ്സിലാവുള്ളൂ. നെയ്യിൻ്റെ കട്ടി പോലെയാ. വയറിനാണ്ട് തീ പിടിച്ചു കഴിഞ്ഞാൽ നെയ്യാ പുറത്തേക്ക് വരിക. ആളി കത്തും. അപ്പോൾ അതിൽ ഇറ്റിറ്റ് വീഴും നല്ല നെയ്യ്. അതിങ്ങനെ തീയാ വീഴുക, വേറെ ഒന്നല്ല. നല്ലതാട്ടോ, കണ്ടാൽ നല്ലതാ. കണ്ടുമ്പോൾ അങ്ങനെ ദഹിപ്പിക്കണേ കാണണം. എന്നാൽ ദുരഭിമാനമൊക്കെ ഒന്ന് പൊയ്ക്കോളും. എത്ര തടി കൂടുതലുണ്ടോ അത്രയും ഘൃതോപമായിരിക്കും. നെയ്യ് പോലെ നല്ല. ചിലർ വിചാരിക്കുക മെലിഞ്ഞ ആൾക്കാർ പെട്ടെന്ന് കത്തിപ്പോകുന്ന. തെറ്റാട്ടോ. മെലിഞ്ഞ ആൾക്കാരല്ല പെട്ടെന്ന് കത്തുക, തടിച്ച ആൾക്കാരാ. മെലിഞ്ഞത് തീ പിടിച്ച് കത്തണമെങ്കിൽ കുറേ പണിയുണ്ട്. വിറക് കൂടുതൽ വേണം, അല്ലെങ്കിൽ കാറ്റ് കൂടുതൽ വേണം. ഇത് എല്ലാ തടിയുള്ള ആൾക്കാർ നല്ല നെയ്യായി കഴിഞ്ഞാൽ അങ്ങോട്ട് ആളിയൊരു കത്തൽ, ഭും 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 എന്നിട്ടുള്ള കത്തലുണ്ട്. ഏതായാലും അങ്ങനെ കബന്ധൻ്റെ ശരീരം അഗ്നി അങ്ങനെ കത്തിക്കുകയാണ്. സ വിധൂയ ചിതാമാശു വിധൂമോഗ്നിരിവോത്ഥിതഃ അരജേ വാസസി ബിഭ്രന്മാലാം ദിവ്യ മഹാബലഃ. അവൻ ചിതയെ ഭേദിച്ചുകൊണ്ട്, ചിതയുടെ മധ്യത്തിൽ നിന്ന് അല്പവും പുകയില്ലാത്ത അഗ്നിയെപ്പോലെ തീർത്തും മാലിന്യരഹിതമായ ഭാവത്തോടുകൂടി വാസസി ദിവ്യാം മാലാം ബിഭ്രത്. വാസസി എന്ന് പറഞ്ഞ ദ്വിവചനാണ്. അപ്പം രണ്ട് വസ്ത്രങ്ങളെയും ദിവ്യമായ മാലയെയും ധരിച്ചുകൊണ്ട് കാണായി. അതായത് അഗ്നിയിൽ നിന്ന് ഉയർന്നു. ആര്? കബന്ധൻ്റെ ശരിയായ രൂപം. രണ്ട് വസ്ത്രം ധരിച്ചു എന്ന് പറഞ്ഞാൽ താഴെയും മുകളിലും മേൽവസ്ത്രമടക്കം ധരിച്ചിട്ട് അഗ്നിയെപ്പോലെ ജ്വലിക്കുന്ന തേജസ്സോടുകൂടി മോളിൽ ദിവ്യപുരുഷൻ പ്രത്യക്ഷനായി. തതശ്ചിതായാ വേഗേന ഭാസ്വരോ വിമലാംബരഃ ഉത്പപാതാശു സംഹൃഷ്ട പ്രത്യംഗഭൂഷണഃ. ആ ചിതയിൽ നിന്ന് വേഗത്തിൽ അത്യന്ത ശോഭയോടുകൂടി പരിശുദ്ധമായ വസ്ത്രത്തെ ധരിച്ചവനായ സന്തുഷ്ടനായ ആ ദിവ്യ ശരീരി ഉത്പപാത മുകളിലേക്ക് പൊങ്ങി. വിമാനേ ഭാസ്വരേ തിഷ്ഠൻ ഹംസയുക്തേ യശസ്കരേ പ്രഭയാ ച മഹാതേജ ദിശോ ദശ വിരാജയൻ. സോന്തരീക്ഷഗതോ രാമം കബന്ധോ വാക്യമബ്രവീത് ശൃണു രാഘവ തത്വേന യഥാ സീതാമവാപ്സ്യസി. നല്ല ശോഭിക്കുന്ന വിമാനത്തിൽ ഇരിക്കുന്നവനായ കബന്ധൻ. അപ്പം നേരത്തെ പറഞ്ഞ രണ്ട് വസ്ത്രം ധരിച്ചിട്ടുണ്ട്, അഗ്നി പോലെ തേജസ്സുണ്ട്,
ഇപ്പം പറയാണ് വിമാനത്തിലായിരിക്കുന്നത്, ദിവ്യ വിമാനവും കിട്ടിയിരുന്നു മൂപ്പർക്ക്. അങ്ങനെ എങ്ങനെ ഹംസയുക്ത യശസ്കരെ, അരയന്നത്തെ പൂട്ടിയ വിമാനമാണ്. ആ വിമാനത്തിൻ്റെ ഫ്രണ്ടിൽ അരയന്നത്തിൻ്റെ ആകൃതിയാണ്. അങ്ങനെയുള്ള യശസ്കരമായ വിമാനത്തിൽ 10 ദിക്കിനെയും ശോഭിപ്പിച്ചുകൊണ്ട് അന്തരീക്ഷഗതനായി കബന്ധൻ രാമനോട് പറഞ്ഞു, ഹേ രാഘവ, അല്ലയോ രാമ, ശൃണു, കേട്ടോളൂ, യഥാ സീതാം അവാപ്സ്യസി, എങ്ങനെയാണ് സീതയെ നിനക്ക് നേടാൻ കഴിയുക എന്ന് ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചു കേട്ടോളൂ. രാമഷഡ്യുക്തയോ ലോകേ യാഭി സർവം വിമൃശ്യത്തെ പരിമൃഷ്ടോ ദശാന്തേന ദശാഭാഗേന സേവ്യത്തെ ദശാഭാഗഗതോ ഹീന ത്വം ഹി രാമ സ ലക്ഷ്മണഃ യത്കൃതേ വ്യസനം പ്രാപ്തം ത്വയാ ദാരപ്രദർശനം. എളുപ്പമല്ല, വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഭാഗമാണ്. കാരണം ദിവ്യപുരുഷനായിട്ടാണ് ഉപദേശിക്കുന്നത്. അപ്പോൾ ഉപദേശവും ദിവ്യമാണ്. ഹേ രാമ, ലോകത്തിൽ 6 യുക്തികളാണുള്ളത്. ഇവയെക്കൊണ്ട് എല്ലാം വിമർശിക്കപ്പെടുന്നു. വിമർശിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ വിചാരം ചെയ്യപ്പെടുന്നു. അപ്പോൾ ഇവിടെ 6 യുക്തികൾ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ 6 പ്രമാണങ്ങളാവാം. ഒന്നുകിൽ അപ്പം 6 പ്രമാണങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷം, അനുമാനം, ഉപമാനം, അനുപലബ്ധി, അർത്ഥാപത്തി, ശബ്ദം അല്ലെങ്കിൽ വേദം, എന്ത് പറഞ്ഞാലും ഒന്നുമില്ല. ഇതാണ് 6 പ്രമാണങ്ങൾ. പ്രത്യക്ഷം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരിട്ട് കാണുന്ന, നേരിട്ട് കേൾക്കുന്ന, നേരിട്ട് രുചിക്കുന്ന, നേരിട്ട് മണക്കുന്ന, നേരിട്ട് സ്പർശിക്കുന്ന, അങ്ങനെ ഇന്ദ്രിയങ്ങളിലൂടെ നമ്മൾ അറിയുന്നതാണ് പ്രത്യക്ഷം. പ്രത്യക്ഷം കൊണ്ട് അറിയണം. അപ്പം അവിടെ യുക്തിയുടെ ആവശ്യമുണ്ടോയെന്ന് വെച്ചാൽ ഉണ്ടല്ലോ, കണ്ടത് എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ യുക്തി വേണം. രണ്ടാമതായിട്ട് അനുമാനം, അനുമാനിച്ച് മനസ്സിലാക്കുകയാണ്. പുക കണ്ടാൽ അഗ്നി ഉണ്ടാവണം എന്ന് മനസ്സിലാക്കുന്നു, അത് അനുമാനമാണ്. പിന്നെ ഉപമാനം, ഉപമാനത്തെ ശബ്ദജനിത ജ്ഞാനമാണ്. അതായത് മുമ്പ് കേട്ടതായ ഒന്ന് പിന്നീട് ഓർമ്മിച്ച് അതിൽ നിന്ന് ജ്ഞാനം ഉണ്ടാവുന്നതാണ്. മുമ്പ് കേട്ടിട്ടുണ്ട്. ഒരാൾ ചോദിച്ചു, ആചാര്യന്മാരെപ്പോഴും പറയുന്ന ദൃഷ്ടാന്തം പറഞ്ഞാൽ സുഖ, നിനക്ക് ഗവയം എന്താണെന്ന് അറിയുമോ എന്ന് ചോദിച്ചു. ഗവയം എനിക്ക് അറിയില്ലല്ലോ, അത് ഗോസദൃശമാണ്, പശുവിനെ പോലെ ഇരിക്കും. അങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പോൾ ഒരു മൃഗത്തെ കണ്ടു. പശുവല്ല, മാനുമല്ല, പക്ഷെ പശുവിനെ പോലെ ഉണ്ട്. അപ്പം മനസ്സിലാക്കി ഇത് അതാണ് ഉപമാനം. മനസ്സിലായില്ല? നാലാമത്തത് അനുപലബ്ധിയാണ്. അതായത് ഒന്നിനെ ഉപലഭിക്കുന്നില്ല എന്നുള്ളതിലൂടെ അതിനെ മനസ്സിലാക്കുക. ഇവിടെ ഈ സ്റ്റേജിൽ ഇപ്പോൾ ആനയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ആനയില്ല എന്ന് പറയുമ്പോൾ ആനയെക്കുറിച്ചുള്ള ബോധം വന്നില്ലേ? ഇല്ല, അത് അനുപലബ്ധിയാണ്. അർത്ഥാപത്തി എന്ന് പറഞ്ഞാൽ അർത്ഥമാപന്നമാകുന്നതാണ്. കൃഷ്ണൻ ഒരാഴ്ചയായിട്ട് ഭക്ഷണം കഴിക്കുന്നില്ല, ഉപവാസ വ്രതത്തിലാണ്. കൃഷ്ണൻ വളരെ ആരോഗ്യവാനായി ഒരു ക്ഷീണവുമില്ലാതെ തടിച്ചു കൊഴുത്തിരിക്കുന്നുണ്ട്. അപ്പോഴോ ടോർച്ച് വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക.
സമരപ്പന്തലിലേക്ക് കൂട്ടുകാർ ടോർച്ചുമായിട്ട് വരുന്നുണ്ട് 2 നേരം. അതിൻ്റെ ഉള്ളിൽ പുട്ടാണ് ഏറ്റവും സുഖം. വെള്ളപ്പം, ദോശ ഇതൊക്കെ മടക്കി അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് കൊണ്ടു കൊടുക്കുന്നത്. എന്നിട്ട് നേരത്തെ ടോർച്ച് എടുത്ത് പോവും, ഈ ടോർച്ച് വയ്ക്കും. അതാണ് അർത്ഥാപത്തി. 4-ാമതായിട്ട് വേദപ്രമാണം. അപ്പം ഈ 6 വേണം രാമ മനസ്സിലാക്കേണ്ടത്. ഒന്നുകൊണ്ട് പറ്റിയില്ല, അടുത്തുകൊണ്ട്, അത് പറ്റില്ല, അടുത്തില്ല. ഇങ്ങനെ ഷഡ്യുക്തിഭിഹി സർവം വിമർശ്യത. അല്ലെങ്കിൽ പിന്നെ സന്ധി, വിഗ്രഹം, യാനം, ആസനം, ദ്വൈതീഭാവം, സമാശ്രയം. അതാണ്, അത് നോട്ട് ചെയ്തോളൂ. സന്ധി, വിഗ്രഹം, യാനം, ആസനം, ദ്വൈതീഭാവം, സമാശ്രയം. ഇതാണ് 6. സന്ധി എല്ലാവർക്കും അറിയാം അല്ലേ? സന്ധി 2 പേരെ തമ്മിൽ നമുക്ക് സന്ധി ചെയ്യാം. നമ്മളതിന് ശത്രുത്വം ആവശ്യമില്ല. നമ്മൾ 2 കൂട്ടുകാരാട്ടോ എന്നുകൊണ്ട് സന്ധി ചെയ്യാം. അതാണ് ഒരു യുക്തി. അതെപ്പോഴാണ് സന്ധി ചെയ്യേണ്ടത്? ജയിക്കാൻ സാധ്യമല്ല എന്ന് വന്നപ്പോൾ. ഇപ്പോൾ എപ്പോൾ നടക്കുന്നുണ്ട്? 25%, 50%, 75% എക്സ്ട്രാ തീരുവ ഏർപ്പെടുത്തി ഭാരതത്തിന് മുകളിൽ. ഭാരതത്തിന് ഒരു കൂസലുമില്ല. കൂസലില്ല എന്ന് മാത്രമല്ല, ലോകത്തിൽ ഏറ്റവും കുത്തനെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ GDP ആയാലും എല്ലാം. എന്തായി? ഇപ്പോൾ സന്ധ്യയായി. നിങ്ങളെ മോൾക്ക് കൂട്ടിയ എല്ലാ തീരുവയും ഞങ്ങൾ പിൻവലിക്കുക. നമ്മളൊന്നല്ലേ? അതാണ് സന്ധി. 2 വിഗ്രഹം. വിഗ്രഹം എന്ന് പറഞ്ഞാൽ വിഗ്രഹം തന്നെ. ശത്രുത്വം ഉണ്ടാക്കുക, അടി ഉണ്ടാക്കുക. അത് പക്ഷേ വിഗ്രഹം വളരെ ശ്രദ്ധിക്കണം. എന്താണ്? ജയിക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ മാത്രമേ വിഗ്രഹം ചെയ്യാൻ പാടുള്ളൂ. അല്ലാണ്ട് തോൽക്കുന്നിടത്ത് പോയിട്ട് വിഗ്രഹം ചെയ്യരുത്, അവിടെ സന്ധി ചെയ്യണം. ഒരാളുടെ പോയി അടിച്ചാൽ ഞാൻ നിൽക്കൂല എന്ന് അറിഞ്ഞിട്ട് അടിക്കാൻ പോകുന്നവൻ വിഡ്ഢിയാണ് അല്ലേ? അവനെ അടിച്ച് കീഴ്പ്പെടുത്തി അവൻ്റെതും കൂടി എനിക്ക് കൈക്കലാക്കാൻ പറ്റും എന്ന് തോന്നിയാലേ വിഗ്രഹം ചെയ്യാൻ പാടുള്ളൂ. നമുക്കുള്ളതല്ല, അത് രാജാക്കന്മാർക്കുള്ളതാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കും. ഈ ഉപായങ്ങൾ നമുക്കുള്ളതല്ല, ക്ഷത്രിയന്മാർക്ക്, രാജാക്കന്മാർക്കുള്ളതാണ്. പിന്നെ യാനം. യാനം എന്ന് പറഞ്ഞാൽ വാഹനം. ഇവിടെ വാഹനം അല്ല അർത്ഥം. ശത്രു രാജാവിനെ ആക്രമിക്കാൻ വേണ്ടി പോകലാണ് യാനം. തയ്യാറാവുക, പടയൊരുക്കുക. പടയൊരുക്കിയിട്ട് ശത്രു രാജാവിനെ ആക്രമിക്കാൻ വേണ്ടി പോകുന്നത് യാനം. അപ്പോൾ സന്ധി, വിഗ്രഹം, യാനം. ആസനം. ആസനം വെച്ചാൽ വിഗ്രഹവും ഇല്ല, യാനവും ഇല്ല, പക്ഷെ മുഴുവൻ സൈന്യത്തെ തയ്യാറാക്കിയിട്ട് തയ്യാറായി നിൽക്കും. ഇപ്പോൾ ഭാരതവും ചൈനയും തമ്മിലുണ്ടായി ഒരു 2 കൊല്ലം മുമ്പ്. 48 ദിവസം അല്ലേ? 50 ദിവസമായിട്ടോ, 2 മാസത്തിൻ്റെ അടുത്ത്. അവർ ഫുൾ സൈന്യം അവിടെ, നമ്മൾ ഫുൾ സൈന്യം അവിടെ. അങ്ങോട്ടും ഒരു ഏറ് എറിഞ്ഞിട്ടില്ല, ഇങ്ങോട്ടും ഒരു ഏറ് എറിഞ്ഞിട്ടില്ല. ആണോ? അങ്ങോട്ടും ഇങ്ങോട്ടും. അത് കഴിഞ്ഞപ്പോൾ ബീജിങ്ങിലും ഡൽഹിയിലും ചർച്ചകളായി. 2 കൂട്ടരും ഇങ്ങോട്ടും മാറി, അങ്ങോട്ടും മാറി. അതാണ് ആസനം. അത് വേണ്ടി വരും. 5 ദ്വൈതീഭാവം. ദ്വൈതീഭാവം എന്ന് പറഞ്ഞാൽ നമ്മൾ യാതൊരു പ്രശ്നവും ഇല്ല മേലിൽ. നമുക്കിനി അടിക്കൊന്നും വേണ്ട. നമുക്ക് അടിച്ചാൽ 2 കൂട്ടർക്കും നഷ്ടമാണ്. കുറച്ചു കാലമായി നമ്മൾ അടിക്കണത്. ഇനി അതിന് 2 കൂട്ടർക്കും സാമ്പത്തികമായിട്ട് ക്ഷയം ഉണ്ടായത്. അതുകൊണ്ട് നമ്മളിനി അടി വേണ്ട എന്ന് പറഞ്ഞിട്ട് മറ്റവനെ കൊണ്ട് സൈന്യത്തെ പിൻവലിപ്പിച്ചു കഴിഞ്ഞാൽ അപ്പടിക്കുക. അതായത് ഉപായങ്ങളെ കൊണ്ട് മറ്റൊരു ഭാവം പുറത്ത് കാണിച്ചിട്ട് ഉള്ളിൽ കൂടെ ആക്രമിക്കുക.
ഏ ചതിയല്ലത്, ദ്വൈതീഭാവമാണ്. ഇതൊക്കെ രാജാക്കന്മാർക്ക് ആവശ്യമാണ്. ഇതൊക്കെ അല്ലാന്ന് പറയാൻ പറ്റില്ല. രാജാക്കന്മാരെ സംബന്ധിച്ച് ചതി എന്നല്ല പറഞ്ഞത്. ഇനിയാണ് സമാശ്രയം. അതിനേക്കാൾ നേരം പോക്കാണ്. സമാശ്രയം വെച്ചാൽ യുദ്ധമായി, അടിയായി, അല്ലെങ്കിൽ മറ്റു അടി, എല്ലാം യുദ്ധം തന്നെ ആയിക്കൊള്ളണമെന്നില്ല. തമ്മിലുള്ള പലതരത്തിലുണ്ടല്ലോ. അപ്പോൾ ജയിക്കില്ല എന്ന് മനസ്സിലായി, ഉടനെ കീഴടങ്ങി. ഞാൻ കീഴടങ്ങിയിട്ടോ, ഞാൻ പൂർണ്ണമായി കീഴടങ്ങിയിരിക്കുന്നു എന്ന് പറയും. കൈ പൊന്തിക്കുകയെ വെള്ള തുണി വീശി കാണിക്കുക, എന്തെങ്കിലും ചെയ്യും. അങ്ങനെയൊക്കെ പിൻവലിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് നോക്കാം. അത് പിന്നെ നോക്കാം. സമാശ്രയിച്ചു, ഞാൻ നിന്നെ സമാശ്രയിച്ചു പറഞ്ഞിട്ട് കീഴടങ്ങുക. കീഴടങ്ങലേ വഴിയുള്ളൂ വെച്ചാൽ കീഴടങ്ങൽ തന്നെ തുടരുക. അല്ല, കീഴടങ്ങിയ ശേഷം അവൻ അടിക്കാൻ പറ്റുമോ? കാരണം കീഴടങ്ങിക്കഴിഞ്ഞാൽ ഇനി അവൻ അടിക്കാനുള്ള ശക്തി ഉണ്ട് എന്ന് മറ്റവൻ വിചാരിക്കില്ല. ആ സമയത്ത് വേണം കൊടുക്കുക. അപ്പം ഈ ഉപായങ്ങളെ യഥോപായം ചെയ്യണം എന്നാണ് പറയുന്നത്. മനസ്സിലായില്ല? അങ്ങനെയാണ് വിചാരവിമർശനം ചെയ്യേണ്ടത്. പിന്നെ ദശാന്തേന പരിമൃഷ്ട ദശാഭാഗേന സേവ്യതേ. രാമ, ഒരു ദുർദശ, ഒരു ദുഃഖപ്രദമായ ദശ ഒരാൾക്കുണ്ട് എന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ലോകത്തിൽ സമാന ദശയുള്ള മറ്റൊരാളാൽ സേവിക്കപ്പെടും. ഹേ രാമ, ഇപ്പോൾ രാമൻ്റെ കേസ് നോക്കൂ. രാമൻ ആകെ ദുഃഖത്തിലിരിക്കുക. എന്താ കാരണം? സീത മോഷ്ടിക്കപ്പെട്ടു, അപഹരിക്കപ്പെട്ടു. അപ്പോൾ രാമനിവിടെ സഹായം ആരാ? ലക്ഷ്മണൻ. ആരാ ലക്ഷ്മണൻ? രാമൻ്റെ ദുഃഖം കൊണ്ട് ദുഃഖിക്കുന്നവനാ. അപ്പൊ സീതാജനിതമായ ദുഃഖം കൊണ്ട് ദുഃഖിക്കുന്നതായ രാമനെ സേവിക്കാൻ രാമജനിതമായ ദുഃഖം കൊണ്ട് ദുഃഖിക്കുന്ന ലക്ഷ്മണൻ എപ്പോഴും കൂടെ ഉണ്ടാവും. അപ്പോൾ ഒരു ദശ, ഇപ്പോൾ ശനിയുടെ ഒരു അപഹാരം കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരാൾക്ക് ആ ശനിയിലിരിക്കുന്ന ഒരാളുടെ സഹായം ഉണ്ടാവും. കാരണം സമാനത ഉണ്ടാവും ദുഃഖത്തിന്. ഞാൻ നിൻ്റെ കൂടെ കൂടാം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ദശാന്തത്തിൽ ക്ലേശിക്കുന്ന ഒരാൾക്ക് ദശാഭാഗനായിട്ടുള്ള ആളുടെ സേവ ഉണ്ടാവും. നിനക്ക് ഭാര്യയെ അപഹരിക്കപ്പെട്ടതിൻ്റെ ദുഃഖം, നീ ദുഃഖിക്കുന്നല്ലോ എന്നുള്ള ദുഃഖം കൊണ്ട് ലക്ഷ്മണൻ നിന്റെ കൂടെ. ഇപ്പം നിങ്ങൾ രണ്ടാളും കൂട്ടാണ്. നീയും ഹീനനാണ്, ലക്ഷ്മണനും ഹീനനാണ്. രണ്ടാളും സമാന ദുഃഖിതന്മാരാണ്. അതാണ്. എന്താണിത്? പ്രത്യക്ഷാണ്, അനുമാനമാണ്, ഇല്ലേ? പ്രത്യക്ഷ അനുമാനം പറഞ്ഞില്ലേ ഇവിടെ? തദവശ്യം ത്വയാ കാര്യ സുഹൃദാംബരഃ വര അകൃത്വാ ഹിനതേ സിദ്ധിം അഹം പശ്യാമി ചിന്തയൻ. സുഹൃദാംബര, സുഹൃത്തുക്കളിൽ വെച്ച് ശ്രേഷ്ഠനായിട്ടുള്ളവനെ രാമനെ വിളിക്കുകയാണ്. സുഹൃത്തുക്കളിൽ വെച്ച് ശ്രേഷ്ഠനായിട്ടുള്ളവനെ. സുഹൃത്ത് ത്വയാ അവശ്യം കാര്യഃ. സുഹൃത്ത് ത്വയാ അവശ്യം കാര്യഃ. നിന്നാൽ അവശ്യം തന്നെ സുഹൃത്ത് ചെയ്യപ്പെടണം, സുഹൃത്ത് സേവിക്കപ്പെടണം. ഇവിടെ ഈ സുഹൃത്ത് ഇപ്പോൾ നമുക്ക് ലക്ഷ്മണനേ ഉള്ളൂ. നോക്കാം. വളരെ ചിന്തിച്ചിട്ട് ഞാൻ മനസ്സിലാക്കണത് അകൃത്വാത്തെ സിദ്ധിം ന പശ്യാമി. ഇത് ചെയ്യാതെ നിനക്ക് സിദ്ധി ഉണ്ടാവില്ല. സുഹൃത്തിൻ്റെ സഹായത്തെ
സ്വീകരിക്കാതെ ചെയ്യാതെ നിനക്ക് കാര്യസിദ്ധി ഉണ്ടാവില്ല. ശ്രൂയതാം രാമ വക്ഷ്യാമി. ആരാ സുഹൃത്ത്? ശ്രൂയതാം രാമ വക്ഷ്യാമി, കേട്ടോളൂ രാമ, ഞാൻ പറഞ്ഞുതരാം. സുഗ്രീവോ നാമ വാനരഃ ഭ്രാത്രാ നിരസ്ത ക്രുദ്ധേന വാലിന ശക്രസൂനുന. ഇന്ദ്രപുത്രനായ വാലിയാൽ നിരസിക്കപ്പെട്ട് ഭ്രാതാവായ വാനരൻ സുഗ്രീവൻ എന്ന് പേരുള്ള ഒരുത്തനുണ്ട്. അപ്പം അവനും നിന്റെ ദശയെ പ്രാപിച്ചവനാ അല്ലേ? നീയും ദുഃഖിതനാണ്, സുഗ്രീവനും ദുഃഖിതനാണ്. നിനക്ക് പത്നി അപഹരിക്കപ്പെട്ടു, സുഗ്രീവന് പത്നി ബലാത്കാരേണ ജ്യേഷ്ഠനാൽ സൂക്ഷിക്കപ്പെട്ടു. ജ്യേഷ്ഠനാൽ നിരസ്തനായിട്ട് ജീവൻ ചോദ്യചിഹ്നമായിട്ടാണ് അവനിരിക്കുന്നത്. നീയും വളരെ ദുഃഖിതനായിട്ടായിരിക്കുന്നത്. അപ്പോൾ സമാന ദശയിലുള്ളവർ ചേരണം. അതാണ്. ഋഷ്യമൂക്കേ ഗിരിവരേ പമ്പാപര്യന്ത ശോഭിതേ നിവസത്യാത്മവാൻ വീര ചതുർഭി സഹ വാനരൈഹി. ആത്മവാനായ വീരനായ സുഗ്രീവൻ, ധീരനാണ്, വീരനാണ്. ചതുർഭിഹി വാനരൈഹി സഹ, 4 വാനരന്മാരോടുകൂടെ പമ്പാപര്യന്ത ശോഭിതേ ഋഷ്യമൂകേ ഗിരിവരേ, പമ്പയുടെ തീരത്തുള്ള ഋഷ്യമൂകം എന്നുള്ള പർവ്വതത്തിൽ നിവസിക്കുന്നു, താമസിക്കുന്നുണ്ട് സുഗ്രീവൻ. വാനരേന്ദ്രോ മഹാവീര്യ തേജോവാനമിത പ്രഭഃ സത്യസന്ധോ വിനീതശ്ച ധൃതിമാൻ മതിമാൻ മഹാൻ ദക്ഷപ്രഗൽഭോദ്യുതിമാൻ മഹാബലപരാക്രമഃ ഭ്രാത്രാ വിവാസിതോ രാമ രാജ്യഹേതോർമഹാബലഃ. വാനരേന്ദ്രൻ, അത് സുഗ്രീവൻ, സുഗ്രീവനാകുന്ന വാനരേന്ദ്രൻ മഹാവീര്യ, മഹാവീര്യവാനാണ്. തേജോവാൻ, വലിയ തേജസ്സുള്ളവനാണ്. അമിതപ്രഭ, അമിതമായ പ്രഭയോടൊത്തവനാണ്. സത്യസന്ധ, സുഗ്രീവന്റെ വിശേഷണങ്ങളാ. സത്യസന്ധനാണ്. വിനീത, എല്ലാ ഗുണവും തികഞ്ഞ ആളാ സുഗ്രീവൻ. വിനീതനാണ്. ധൃതിമാൻ, തൻ്റെടിയാണ്, നല്ല തൻ്റെടം മനക്കരുത്തുള്ളവനാണ്. മതിമാൻ, ബുദ്ധിമാനാണ്. മഹാൻ, പിന്നെന്ത് പറയാനാ, എല്ലാ ഗുണവും തികഞ്ഞവനാണ് സുഗ്രീവൻ. ദക്ഷ, സമർത്ഥനാണ്. പ്രഗൽഭ, പ്രഗത്ഭനാണ്. ദ്യുതിമാൻ, അങ്ങേയറ്റം ദ്യുതിയോടെ ശോഭയോട് കൂടിയവനാണ്. മഹാബലപരാക്രമ, മഹാബലപരാക്രമങ്ങൾ തികഞ്ഞവനാണ്. ഇങ്ങനെയെല്ലാമുള്ള സുഗ്രീവൻ, മുഴുവൻ സുഗ്രീവൻ്റെ വിശേഷണ നോക്കൂ. 1.5 ശ്ലോകത്തിൽ സുഗ്രീവൻ്റെ വിശേഷണ. ഇങ്ങനെയുള്ള സുഗ്രീവൻ ഭ്രാത്രാവിവാസിത, സഹോദരനാൽ പുറത്താക്കപ്പെട്ടു. രാജ്യഹേതോഹോ, രാജ്യഹേതുവിന്. അപ്പോൾ മഹാബലശാലിയാണെങ്കിലും പുറത്താക്കപ്പെട്ടു. അപ്പോൾ മറ്റേയാളുടെ ബലം എത്രയാ? ചെറിയൊരു സമാനത നിനക്കുണ്ട്. നീയും രാജ്യഹേതുവിന് പുറത്താക്കപ്പെട്ടവനാ. പക്ഷെ സഹോദരൻ പുറത്താക്കിയിട്ടില്ല, സഹോദരൻ്റെ അമ്മയാണ് പുറത്താക്കിയത്, അത്രയേ ഉള്ളൂ. അപ്പം നിങ്ങൾ തമ്മിൽ വലിയ സാമ്യമുണ്ട് അല്ലേ? സതേ സഹായോ മിത്രം ച സീതായാ പരിമാർഗണേ ഭവിഷ്യതി ഹി തേ രാമ മാ ച ശോകേ മനകൃതാഃ. ഹേ രാമ, അയാൾ സീതയെ അന്വേഷിക്കുന്നതിൽ നിനക്ക് സഹായകമായി തീരും. ഹേ രാമ, മനസ്സിൽ ശോകം ചെയ്യരുത്. നീ ശോകം ചെയ്യേണ്ട ആവശ്യമില്ല, നിനക്ക് സുഗ്രീവൻ്റെ സഹായം കിട്ടും. ഭവിതവ്യം ഹി യച്ചാപി ന തച്ഛക്യമിഹാന്യഥാ
കർത്തുമിക്ഷ്വാകു ശാർദൂല കാലോ ഹി ദുരതിക്രമഃ. ഹേ ഇക്ഷ്വാകു ശാർദൂല, ഇക്ഷ്വാകു വംശത്തിലെ കടുവയായിട്ടുള്ളവനെ, പുലി, അവനാള് പുലിയാന്ന് പറയില്ല, അത് തന്നെ, ഇക്ഷ്വാകു വംശത്തിലെ പുലിയായിട്ടുള്ളവനെ രാമനെ വിളിക്കുകയാണ്. സംഭവിക്കാനുള്ളത് സംഭവിക്കുക തന്നെ ചെയ്യും. ഭവിതവ്യം ഹിയച്ചാപി ന തച്ഛക്യമിഹാന്യഥ. സംഭവിക്കാനുള്ളതിനെ മാറ്റിവെക്കാൻ ലോകത്താർക്കും സാധിക്കില്ല. നമ്മൾ പഠിച്ചാൽ നല്ലതാണേ ഇത്. ഒറ്റ വാക്യം ജീവിതത്തിൽ പഠിച്ചാൽ നന്നായി. ജാതകം നോക്കി ഒരാൾ പറയാ വീഴാനുള്ള യോഗമുണ്ട്, വീഴുന്നയില്ലേ? അപ്പോഴാണ് പറയണത് ചിദാനന്ദപുരി സ്വാമിക്ക് പോയിട്ട് ഒരു ദക്ഷിണ വെച്ചോളൂ. ചിദാനന്ദപുരി സ്വാമിക്ക് ദക്ഷിണ വെച്ചാൽ വീഴ്ചയല്ല ഉണ്ടാവുമോ? വീഴാനുണ്ട്, ഞാൻ വീഴും ഇല്ല. കാൽക്കൽ കൊണ്ട് ഒഴിവാക്കാനൊന്നും പറ്റില്ല. അപ്പൊ ചിദാനന്ദപുരി സ്വാമിയുടെ അടുത്ത് കമ്മീഷൻ അയാൾക്കുണ്ടാവും, ആ ജോത്സ്യന്. ഇപ്പോൾ ചിദാനന്ദപുരി സ്വാമിക്ക് നിങ്ങൾ 1000 റുപ്യ കൊടുക്കണം എന്ന് പറഞ്ഞാൽ ചിദാനന്ദപുരി സ്വാമി അയാൾക്കൊരു 100 റുപ്യ കൊടുക്കും. ഭവിതവ്യം, അതാണ് പറഞ്ഞത്, ഭവിതവ്യം ഹി യച്ചാപി ന തച്ഛക്യം ഇഹ അന്യഥാകർത്തും. സംഭവിക്കാനുള്ളത് മറ്റൊന്നാക്കി തീർക്കാൻ ആർക്കും സാധിക്കില്ല. അപ്പം ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് സമാധാനമായിട്ട് അനുഭവിച്ചൂടെ വരുന്നതൊക്കെ? ഇല്ല. വരുന്നത് സന്തോഷമായിട്ട് അനുഭവിക്കുക, കാരണം വേറൊന്നും ആക്കാൻ പറ്റില്ല. എന്ത് സന്തോഷം ഉണ്ടാവുമെന്ന് വെച്ചാൽ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ സുഖല്ലേ, സമാധാനമായിട്ട് അനുഭവിക്കുക തന്നെ. വരേണ്ടത് ഒരിക്കലും വഴി തങ്ങില്ല, പോവില്ല, ഉറപ്പാ, ഉറപ്പ്. അതുകൊണ്ട് കാലോഹി ദുരതിക്രമ, രാമ, കാലം ദുരതിക്രമമാണ്. കാലത്തെ കവച്ചു വെക്കാൻ ആർക്കും സാധിക്കില്ല. ദുരതിക്രമ എന്ന് പറഞ്ഞാൽ കവച്ചു വെക്കാൻ ആർക്കും സാധിക്കില്ല. കാലത്തിൽ അനുഭവിക്കുക തന്നെ വേണം. സാക്ഷാൽ അവതാര പുരുഷനായിട്ടും രാമനീ കണ്ട ദുഃഖമൊക്കെ അനുഭവിക്കേണ്ടി വന്നില്ലേ? മാറ്റാൻ പറ്റില്ല എന്നാ പറഞ്ഞത്. വരണം എന്ന് പറഞ്ഞാൽ വരണം. അത് ഓർമ്മിച്ച് വെക്കുക. കാലോഹി ദുരതിക്രമ, കാലം ദുരതിക്രമമാണ്. ഗച്ഛ ശീഘ്രമിതോ രാമ സുഗ്രീവം തം മഹാബലം വയസ്യം തം കുരു ക്ഷിപ്രം ഇതോ ഗത്വാദ്യ രാഘവ അദ്രോഹായ സമാഗമ്യ ദീപ്യമാനേ വിഭാവസൗ. അതുകൊണ്ട് രാമ വേഗം പുറപ്പെട്ടോളൂ. ഇപ്പോൾ കാലം ദുരതിക്രമാണെന്ന് മിണ്ടാണ്ടിരിക്കാനല്ല പറയണത്. അനുഭവിക്കാനുള്ളതൊക്കെ വരും, പക്ഷെ നീ പ്രവർത്തിക്കേണ്ടത് പ്രവർത്തിക്കണം. അല്ലാണ്ട് സീതനെ രാമനെ ഇങ്ങോട്ട് കൊണ്ടു തരുമോ? അതൊന്നുമില്ല. അതൊക്കെ സംഭവിക്കേണ്ടത് സംഭവിച്ചു വരും, നീ പുരുഷാർത്ഥം ചെയ്യണം. അതാണ്. അതുകൊണ്ട് വേഗം ഇവിടുന്ന് പുറപ്പെട്ടോളൂ. മഹാബലശാലിയായ സുഗ്രീവനെ വേഗം തന്നെ വയസ്യനാക്കി കൂട്ടുകാരനാക്കി തീർക്കൂ. സുഗ്രീവനെ സഖാവാക്കി മാറ്റൂ എന്നാണ് വയസ്യം. ഇന്ന് തന്നെ പോകണം. അദ്യഗത്വ, ഇന്ന് തന്നെ പോയിക്കോളൂ, നാളത്തേക്ക് വെക്കരുത്. ഇന്ന് തന്നെ പോയിട്ട് സുഗ്രീവനുമായിട്ട് സഖ്യം ചെയ്യുക, കൂട്ടുകാരനാക്കുക. എങ്ങനെ? ദീപ്യമാനേ വിഭാവസവും, അഗ്നി ജ്വലിപ്പിച്ച് അഗ്നിസാക്ഷിയായിട്ട് വേണം ശപഥം ചെയ്യേണ്ടത്, സഖ്യം ചെയ്യേണ്ടത് സുഗ്രീവനുമായിട്ട്. എന്തിനാ? അദ്രോഹായ, നിനക്ക് വന്ന ദ്രോഹത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്. അവന് വന്ന ദ്രോഹത്തെ ഇല്ല. ഒരു സന്ധ്യയാവുമ്പോൾ 2 പേർക്കും ഗുണം വേണം. ഇവിടെ
ഗായത്രി ഇത് ഓരോ അക്ഷരങ്ങളാണ്. ഓരോ ശ്ലോകം 1000 ശ്ലോകം കഴിഞ്ഞാൽ ഗായത്രിത്തെ ഒരു അക്ഷരാവുന്ന പറയുന്നത്. ഒന്നാമത്തത് ത, 1001 ത, തത് സവിതുർ. വ 3001, ത 4001, വ 5001, ര 6001, ന 7001. അങ്ങനെ വന്ന് 10001 ഈ വ. വയസ്യം തം ഗുരു. എന്തായി ഗായത്രി? തത് സവിതുർവരേണ്യം ഭർഗോ ദേവ. ദേവ വയസ്യം തം ഗുരു. ന ചതേ സോവമന്തവ്യ സുഗ്രീവോ വാനരാധിപഃ കൃതജ്ഞ കാമരൂപീ ച സഹായാർത്ഥീ ച വീര്യവാൻ. സുഗ്രീവൻ നിന്നാൽ അവമാനിക്കപ്പെടരുത്. സുഗ്രീവനെ നീ കുറച്ച് കാണരുത് എന്ന്. കാരണം വെച്ചാൽ വാലിയെ പേടിച്ച് ഇവിടെ ഇരിക്കണല്ലേ എന്ന് വിചാരിച്ചിട്ട് നീ സുഗ്രീവനെ കുറച്ച് കാണരുത്. വാനരാധിപ സുഗ്രീവ, അവനാണ് ശരിയായ വാനരാധിപൻ. കൃതജ്ഞനാണവൻ. കാമരൂപിയാണ്, ഇഷ്ടം പോലെ രൂപം മാറാൻ കഴിവുള്ളവനാണ്. ഇതൊക്കെയാണെങ്കിലും സഹായാർത്ഥിയാണ്. അവൻ സഹായത്തെ അർത്ഥിക്കുന്നുണ്ട്. ആ സഹായം അവന് കൊടുക്കുക, എന്നിട്ട് അവനുമായിട്ട് സന്ധി ചെയ്യുക. അവൻ്റെ സഹായം നീയും സ്വീകരിക്കുക. ശക്തൗ ഹ്യദ്യ യുവാം കർത്തും കാര്യം തസ്യ ചികീർഷിതം കൃതാർത്ഥോ വാ കൃത്യം തവ കരിഷ്യത്തെ. അവൻ്റെ ഇഷ്ടം നിർവഹിക്കാൻ നിങ്ങൾ 2 പേർക്കും ശക്തിയുണ്ട്. അവൻ്റെ ഇഷ്ടം നിർവഹിക്കാൻ നിങ്ങൾ 2 പേർക്കും ശക്തിയുണ്ട്. നിങ്ങൾ 2 പേർക്കും എന്ന് പറഞ്ഞാൽ രാമനും ലക്ഷ്മണനും ശക്തിയുണ്ട്. അവൻ്റെ ചികീർഷിതം, അവൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ചെയ്യാനുള്ള ശക്തി നിങ്ങൾക്ക് 2 പേർക്കും ഉണ്ട്. കൃതാർത്ഥോവാ അകൃതാർത്ഥോവാ കൃത്യം തവ കരിഷ്യതി. അവൻ കൃതാർത്ഥനായാലും അകൃതാർത്ഥനായാലും നിനക്ക് വേണ്ടത് അവനും ചെയ്തു തരും. പോരെ? അവൻ കൃതാർത്ഥനാവുമോ കൃതാർത്ഥനാവില്ലേ എന്ന് ചോദ്യം. 2 ആയാലും നിനക്ക് വേണ്ടത് അവൻ ചെയ്തു തരും. അതുകൊണ്ട് നീ അവനെ അവമാനിക്കരുത്, അവന് വേണ്ടത് ചെയ്തു കൊടുക്കണം. സഋക്ഷരജസപുത്ര പമ്പാമടതി ശങ്കിതഃ ഭാസ്കരസ്യൗരസപുത്രോ വാലിന കൃതകിൽബിഷഃ. അവൻ ഋക്ഷരജസഹ പുത്ര. ഋക്ഷരജസിൻ്റെ മകനാണ്. ആര്? സുഗ്രീവൻ. സുഗ്രീവൻ ഋക്ഷരജസിൻ്റെ പുത്രനാണ്. സൂര്യൻ്റെ ഔരസപുത്രനാണ്. സൂര്യപുത്രനുമാണ്. അപ്പോൾ ഋക്ഷരജസിലൂടെ സൂര്യൻ പ്രവർത്തിച്ചു എന്ന് നമുക്ക് ഊഹിക്കാം. അഥവാ ഋക്ഷരജസ് സൂര്യോപാസന ചെയ്തിട്ട് വീര്യം സമ്പാദിച്ചു എന്ന് ഊഹിക്കാം. എന്തായാലും 2 പേരുടെയും മകനാണ് അവൻ. വാലിന കൃതകിൽബിഷ, വാലിയാൽ പാപം ചെയ്യപ്പെട്ടവനാണവൻ. വാലി അവനെ പുറത്താക്കിയിരിക്കുകയാണ്. ശങ്കിത, ഇപ്പോഴും അവൻ ആപത്തിനെ ശങ്കയുണ്ട്. സുഗ്രീവന് പേടിയാണ് വാലിയെ. അങ്ങനെ പമ്പാമടതി, പമ്പയിൽ മാത്രം, പമ്പയുടെ പ്രദേശത്ത് മാത്രം സഞ്ചരിക്കുകയാണ്. ദൂരേക്കൊന്നും പോണില്ല. ഋഷ്യമുഖാചലവും പമ്പാതടവും മാത്രമായിട്ട് അങ്ങനെ കഴിഞ്ഞുകൂടുകയാണ്. സന്നിധായായുധം ക്ഷിപ്രം ഋഷ്യമൂകാലയം കപിം കുരു രാഘവ സത്യേന വയസ്യം വനചാരിണം. ഹേ രാമ, ഹേ രാഘവ, വേഗം തന്നെ ഋഷ്യമുഖാചലത്തിൽ പോയി ആ വാനരനോട്
ആയുധത്തെ മുൻനിർത്തി സത്യത്തിലൂടെ സഖ്യം ചെയ്യണം. ആയുധത്തെ മുൻനിർത്തി എന്ന് പറയാൻ കാരണം നിന്റെ ആയുധപ്രയോഗ സാമർഥ്യമൊക്കെ അവനെ ഒന്ന് ബോധിപ്പിക്കണം. നിന്റെ ആയുധപ്രയോഗ സാമർഥ്യം, ആയോധന പാഠമൊക്കെ അവനെ ബോധിപ്പിച്ച് സത്യത്തിലൂടെ സത്യം ചെയ്യണം. സത്യമാർഗത്തിലൂടെ സത്യം ചെയ്യണം, ശപഥം ചെയ്യണം. അങ്ങനെ അവനെ കൂട്ടുകാരനാക്കി മാറ്റൂ. സഹി സ്ഥാനാനി സർവാണി കാർഷ്ണേന കപി പുങ്കവ നരമാംസാശിനാം ലോകേ നൈപുണ്യാദധിഗച്ഛതി. ആ കപി പുങ്കവൻ, ആ വാനരശ്രേഷ്ഠൻ, ലോകത്തിൽ നരമാംസം ഭക്ഷിക്കുന്നവരായ രാക്ഷസന്മാരുടെ എല്ലാ സ്ഥലങ്ങളെയും നല്ല പോലെ മനസ്സിലാക്കിയിട്ടുണ്ട്. എവിടെയൊക്കെയാണ് രാക്ഷസന്മാർ താമസിക്കുന്നത്, എന്താണ് അവരുടെ ശക്തി, എത്ര ഉണ്ട്, എല്ലാ വിഷയങ്ങളും നല്ലപോലെ അറിയാം സുഗ്രീവന്. ന തസ്യാവിദിദം ലോകേ കിഞ്ചിദസ്തി ഹി രാഘവ യാവ സൂര്യപ്രതപതി സഹസ്രാംശുരരിന്ദമ. ഹേ രാമ, ഹേ ശത്രുനാശന, സൂര്യൻ്റെ പ്രകാശമെത്തുന്ന പ്രദേശങ്ങളിൽ മുഴുവൻ അവൻ അറിയാത്തതായി ഒന്നുമില്ല. സൂര്യപുത്രനാണല്ലോ. സൂര്യപുത്രനായ സുഗ്രീവന് സൂര്യപ്രകാശം എത്തുന്ന പ്രദേശങ്ങളിൽ അറിയാത്തതായി ഒന്നുമില്ല. സ നദിർവിപുലാൻ ശൈലാൻ ഗിരിദുർഗാണി കന്ദരാൻ അന്വേഷ്യ വാനരൈ സാർദ്ധം പത്നീം തേധിഗമിഷ്യതി. അവൻ വിപുലങ്ങളായ നദികളെയും പർവ്വതങ്ങളെയും വളരെ പ്രയാസകരങ്ങളായ പർവ്വത പാർശ്വങ്ങളെയും ഗുഹകളെയും എല്ലാം അന്വേഷിച്ച്, വാനരന്മാരോട് കൂടെ അന്വേഷിച്ച് നിനക്ക് പത്നിയെ നേടിത്തരും, തിരിച്ചു തരും, ഉറപ്പാണ്, കണ്ടുപിടിക്കും. വാനരാൻ സമഹാഭാഗാൻ പ്രേഷയിഷ്യതി രാഘവ ദിശോ വിചേതും താം സീതാം ത്വത് വിയോഗേന ശോചതീം. അവൻ എല്ലാ ഭാഗങ്ങളിലേക്കും സീതയെ അന്വേഷിക്കാൻ വാനരന്മാരെ പറഞ്ഞയക്കും. എങ്ങനെയുള്ള വാനരന്മാരെ? മഹാഭാഗന്മാരായ വാനരന്മാരെ. എങ്ങനെയുള്ള സീതയെ? ത്വത് വിയോഗേന ശോചതീം സീത, നിന്റെ വിയോഗം കൊണ്ട് ദുഃഖിക്കുന്നവളായ സീതയെ കണ്ടുപിടിക്കാൻ. അത് രാമന് വലിയൊരു പ്രേരണയാണ്. അതായത് സീത പുതിയ സാഹചര്യത്തിൽ സന്തോഷമായിട്ടിരിക്കുന്നില്ല എന്ന് കേട്ടാൽ രാമനൊരു സന്തോഷമാവില്ലേ? ഇല്ല. സാധാരണ ഒരാൾക്ക് ദുഃഖമുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് സന്തോഷം ഉണ്ടാവില്ല. പക്ഷേ ഈ കേസിലുണ്ടാവും. കാരണം സീത അവിടെ രാവണനോട് കൂടി സന്തോഷമായിട്ടിരിക്കുക എന്ന് കേട്ടാൽ രാമന് സന്തോഷം ഉണ്ടാവുക? ഇല്ല. അതിനാണ് ഈ പ്രയോഗം. നിന്നെ ഓർത്ത് ദുഃഖിച്ചിരിക്കുന്ന സീതയെ കണ്ടുപിടിക്കുന്നവർ. അത് രാമനൊരു സന്തോഷം കൊടുക്കുന്ന വാക്കാ. ആശ്വാസമല്ലേ? സാമേരു ശൃംഗാഗ്രഗതാമനിന്ദിതാം പ്രവിശ്യ പാതാളതലേപി വാശ്രിതാം പ്ലവംഗമാനാം പ്രവരസ്തവ പ്രിയാം നിഹത്യ രക്ഷാംസി പുനഃ പ്രദാസ്യതി. വാനരന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനായ അവൻ ആര്? സുഗ്രീവൻ. തവ പ്രിയാം, നിന്റെ പ്രിയപ്പെട്ടവളെ, മേരുശൃംഗാഗ്രഗത, മേരുപർവ്വതത്തിൻ്റെ മുകളിലാണെങ്കിലും പാതാളതലേ, പാതാളത്തിൻ്റെ അടിയിലാണെങ്കിലും. അപ്പോൾ സീതയെ ഇപ്പോൾ എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചത്? അതെനിക്കറിയില്ല. പക്ഷെ ഒന്നെനിക്കറിയാം, അത് മേരുപർവ്വതത്തിൻ്റെ നെറുകയിലാണെങ്കിലും പാതാളത്തിൻ്റെ ഉള്ളിലാണെങ്കിലും അനിന്ദിതാം, യാതൊരു തരത്തിലും ഉപദ്രവിക്കപ്പെടാത്ത അവളെ രക്ഷാംസി നിഹത്യ, രാക്ഷസന്മാരെ കൊന്നിട്ട് പുനഃപ്രദാസ്യതി, നിനക്ക് തിരിച്ചു തരും, നിനക്ക് നേടിത്തരും സുഗ്രീവൻ. സീതയെ രാക്ഷസന്മാർ പാതാളത്തിലാണ് ഒളിപ്പിച്ചു വെച്ചാലും
സുഗ്രീവൻ കൊണ്ടുവരും. മേരുപർവ്വതത്തിന് മുകളിലാണെങ്കിലും സുഗ്രീവൻ കൊണ്ടുവരും. അതുകൊണ്ട് സുഗ്രീവനുമായി ഉടനെ സഖ്യം ചെയ്യുക എന്നാണ്. ഇങ്ങനെയാണ് ശ്രീമദ് രാമായണത്തിൽ ആദികാവ്യത്തിൽ അരണ്യകാണ്ഡത്തിൽ 72-ാമത്തെ സർഗം. 73 പിന്നെ വായിക്കാം. പോരെ? ഇത് റെസ്റ്റ് എടുക്കാനോ? അടുത്ത 46 ശ്ലോകമുണ്ട്. അടുത്ത പ്രാവശ്യമാവാം. പോരെ? ശരി. ഓം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മാസികയുടെ പ്രചരണത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. മാസികയുടെ പ്രചരണം നടക്കുന്നുണ്ട്, അംഗസംഖ്യ കൂടുന്നുണ്ട്, എങ്കിലും വിചാരിച്ച പോലെ ആയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഒരു 10 പേരെയെങ്കിലും ചേർത്താൽ, ഇവിടെ 100 ചെല്ലാൻ ചേർത്തവരൊക്കെ ഉണ്ട്, 120 ചേർത്തവരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. 120 അല്ല 130 ചേർത്തു എന്ന് പറയും, ഞാൻ മനസ്സിലാവില്ല ആരാന്നുള്ളത്. അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട് ഇവിടെ. എന്നാലും നമ്മളെല്ലാവരും ഒന്ന് അവനവൻ്റെ കഴിവിനനുസരിച്ച് ഒന്ന് ഉത്സാഹിച്ചാൽ നമുക്കത് അതിൻ്റെ പ്രചാരം വർദ്ധിപ്പിക്കാം. എന്നാൽ മാത്രമേ മുന്നോട്ട് പോവൂ. അല്ലെങ്കിൽ വിഷമാണ്, അല്ലെങ്കിൽ മുന്നോട്ട് പോവില്ല. എല്ലാവരുടെയും ശ്രദ്ധ ഉണ്ടാവുക. ശരി. ഓം